മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം നമ്മുടെ മക്കളെ മാലാഖമാരോട് ചേർത്ത് പിടിച്ച് മാലാഖമാർക്കൊത്ത വിശുദ്ധിയോടുകൂടി വിശുദ്ധരോടൊപ്പം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു യാത്ര. അതാണ് നമ്മുടെ ഈ മധുരമൊഴി. അത് നമ്മെ സഹായിക്കാനായിട്ട് ഏഞ്ചൽസ് ആർമിയിൽ എത്തിയിരിക്കുന്നത് ഏഞ്ചൽസ് ആർമിയുടെ ആദ്യകാലം മുതലുള്ള കുടുംബമാണ്. പ്രിയപ്പെട്ട റയിച്ചേട്ടനും സോഫിച്ചേച്ചിയും ഒരു തിരുവനന്തപുരംകാരാണ്. ഒരു 4 മക്കളുണ്ട്. ഇവർ ഏഞ്ചൽസ് ആർമിയുടെ ശുശ്രൂഷകരാണ്. സ്നേഹപൂർവ്വം ഈ മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടൻ സ്നേഹപൂർവ്വം പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലാതെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരെയും മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ എൻ്റെ ഇടവക കൊതവറ, എറണാകുളം രൂപതയിലെ വൈക്കം ഫൊറയിലുള്ള കൊതവറ എന്നൊരു ചെറിയ ഇടവകയാണ്, സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് കൊതവറ. ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളെപ്പോഴും പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ എപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇടവക സുവർണ്ണകാലം എന്ന് എല്ലാവരും വിചാരിക്കുന്നത് ഒരു ജോസ് തച്ചിലച്ചൻ ഞങ്ങളുടെ വികാരിച്ചതിന് സമയമാണ്. ഞാൻ ഏകദേശം 9, 10, +1, +2 വരെയൊക്കെയുള്ള സമയങ്ങളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ അച്ഛൻ വികാരിച്ചനായിട്ട് വന്നത്. അച്ഛൻ ഇതിൽ പ്രത്യേകതകളുണ്ട്. അച്ഛൻ എനിക്ക് അവിടെ വന്നപ്പോൾ തന്നെ അച്ഛന് 70 വയസ്സിൻ്റെ അടുത്തുണ്ട്. അച്ഛൻ വന്നപ്പോൾ തന്നെ കൂട്ടുകാരെ കൂട്ടി പിള്ളേരെ കൂട്ടി പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ഷട്ടിൽ കോട്ട് ഇട്ടു. ഈ 70 വയസ്സ് കഴിഞ്ഞാൽ അച്ഛൻ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളിവിടെ കളിക്കാൻ വരുമായിരുന്നു. രാവിലെ കുർബാന കഴിഞ്ഞ് നിൽക്കുമ്പോൾ അവധി ദിവസമാണെങ്കിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് രോഗി സന്ദർശനത്തിന് പോകും. എല്ലാ വീടുകളിലൂടെയും പോകും. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ കരുതൽ സ്നേഹമൊക്കെ അറിഞ്ഞത് ഞാൻ 10ാം ക്ലാസ്സിൻ്റെ അവധി സമയത്ത് എനിക്ക് അസുഖമൊക്കെ നെഫ്രോയിറ്റിസ് വന്ന് ഇച്ചിരി കൂടുതലായി. ഞാൻ മെഡിക്കൽ കോളേജ് 2 ആഴ്ച അഡ്മിറ്റൊക്കെ ആയിരുന്നു. ഇച്ചിരി സീരിയസ് ഒക്കെ ആയിട്ട് തിരിച്ച് ഏകദേശം ക്യൂറായി വീട്ടിലേക്ക് വന്ന സമയം അച്ഛൻ എന്നെ കാണാൻ മിക്കവാറും ദിവസങ്ങൾ വീട്ടിൽ വരുമായിരുന്നു. കുർബാനയൊക്കെ ആയിട്ട് വീട്ടിൽ വരുമായിരുന്നു. എൻ്റെ അച്ഛൻ പറഞ്ഞു, ചെറുതായിട്ട് ഹീലായി വന്നപ്പോൾ ഈ പള്ളിയിലേക്ക് തിരിച്ചു വരണം, പള്ളി വന്നിട്ട് ഞാൻ യോഗ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ ആ സമയങ്ങളിൽ പള്ളിയിൽ യോഗ ക്ലാസ് വൈകുന്നേരം എല്ലാ യുവജനങ്ങളും കളിയൊക്കെ കഴിഞ്ഞ് യോഗ പഠിക്കാൻ വേണ്ടി. കാരണം ഫുൾ ടൈം പള്ളിയിൽ ആൾക്കൂട്ടമാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നാടകക്കാരെ കൊണ്ടുവരുന്നു, ഡാൻസുകാരെ കൊണ്ടുവരുന്നു, തെരുവ് നാടകം പഠിപ്പിക്കുന്നു, പള്ളിയിൽ അത് ചെയ്യിക്കുന്നു. ഭയങ്കര എന്നും കുന്നും അവധി ദിവസങ്ങൾ മുഴുവൻ പള്ളി നിറച്ച ആളാണ്. പള്ളിയിലൊക്കെ കുർബാനക്കുളം തിരക്ക്, യൂത്തിൻ്റെ പ്രോഗ്രാമിന് തിരക്ക്, മൊത്തത്തിലൊരു ആഘോഷത്തിൻ്റെ മേളാങ്കം തന്നെ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ 4-5 പേരോളം അച്ഛൻ സമയത്ത് ഞങ്ങൾ സെമിനാരിൽ പോയിട്ടുണ്ട് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന്. ഇപ്പോൾ ബഹുമാനപ്പെട്ട തച്ചിലച്ചൻ വിജോ ഭവൻ, എറണാകുളത്തുള്ള വിജോ ഭവനിൽ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോകുന്ന വഴി ഇങ്ങോട്ട് ശാലമലേക്ക് പോകുന്ന ഒരു അച്ഛനെ കയറി കണ്ട് അനുഗ്രഹമൊക്കെ മേടിച്ച് കുമ്പസാരിച്ചിട്ടാണ് പോകുന്നത്. ഭയങ്കര സന്തോഷം. അച്ഛൻ പറഞ്ഞു, ദൈവം സമൃദ്ധമായിട്ട് ഇതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ തലയെ കൈയൊക്കെ വെച്ച് അനുഗ്രഹിച്ചാൽ പറഞ്ഞു വിട്ടെ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം. വൈദികരും സമർപ്പിതരും ഒക്കെ ആയിട്ടുള്ള ബന്ധം നമ്മുടെ കുടുംബങ്ങളിൽ വളർത്തുന്ന വലിയൊരു വ്യത്യാസം, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഇവർക്കുള്ള വലിയൊരു സ്വാധീനം. ഒന്നും വിചാരിക്കരുത് അച്ഛനെന്ന് അച്ഛന്മാരെ പറ്റി പൊക്കി പറയാനുള്ള സമയമാണ്, അതല്ല. നമ്മുടെ മക്കളുടെ ജീവിതങ്ങളിലൊക്കെ ഈ വൈദികരുടെയും സന്യസ്തരുടെയും സമർപ്പിതരുടെയും സിസ്റ്റേഴ്സിനൊക്കെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന വ്യത്യാസത്തെ പറ്റിയും ഒരു വലിയൊരു ബൂസ്റ്റിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ തുടങ്ങാം. പ്രിയപ്പെട്ട റയിച്ചേട്ടൻ ചോദിച്ചു തുടങ്ങാം. റയിച്ചേട്ടൻ എങ്ങനെയാണ് റയിച്ചേട്ടൻ്റെ ബാല്യത്തിലും കൗമാരത്തിലും ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് വൈദികരും സന്യസ്തരായിട്ടുള്ള ബന്ധമൊക്കെ ആ കുടുംബ ജീവിതത്തെയും പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചിട്ട് ഊഷ്മളമാക്കുന്നത്? ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വൈദികരും ഈ സന്യസ്തനുമൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം എൻ്റെ ഒരു ജീവിതം വേറൊരു ലെവലിലേക്ക് ആയിപ്പോയനായിരുന്നു. അപ്പം ഞാൻ 10ാം ക്ലാസ്സൊക്കെ പഠിച്ചതിന് ശേഷം എന്നെ ഒരു വൈദികൻ വീട്ടിൽ വന്ന് വിളിച്ച് പള്ളിയിൽ ശുശ്രൂഷയാകാമോ എന്ന് വെച്ച് എൻ്റെ അമ്മയുടെ അടുത്ത് അനുവാദം ചോദിച്ച് ഞാൻ പള്ളിയിൽ പോയി. എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു അത്. അത് കഴിഞ്ഞ് 5 വർഷം ഞാൻ ആ ദേവാലയത്തിൽ താമസിച്ച്, ഞാൻ അവിടെയാണ് ആ ദേവാലയത്തിനോട് അവിടെ നിന്നുകൊണ്ടാണ് പഠിച്ചത്. ഞാൻ അവിടെ കപ്പേരായിട്ട് ശുശ്രൂഷ ചെയ്ത് 5 വർഷത്തോളം ഞാൻ അവിടെ വലിയൊരു അതൊരു എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു വ്യത്യാസം വരുത്തി. 5 കൊല്ലത്തോളം ഞാൻ ഡെയിലിയും കുർബാന സ്വീകരിച്ചുകൊണ്ടല്ലോ, കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ നിന്നാണ് എൻ്റെ ഈ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു അടിത്തറ എനിക്ക് സ്ട്രോങ് ആയിട്ട് എനിക്ക് കിട്ടിത്തുടങ്ങി. അവിടെ നിന്നാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു സമയം ആയിരുന്നു അന്ന് സ്വന്തമായിട്ട് എനിക്ക് വീടും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് വന്ന അച്ഛൻ മുൻകൈയെടുത്ത് പിന്നെ പള്ളിയിലെ കുറേ ചെറുപ്പക്കാരൊക്കെ ആയിട്ട് വന്ന് എനിക്കൊരു വീട് പണിത് തന്നു. അത് വേറൊരു വൈദികനാണ്. കാലാകാലങ്ങളിൽ എൻ്റെ ആത്മീയവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അതിന് കൃപാവരമുള്ള വൈദികരെയും സന്യസ്തരെയും പിതാവായ ദൈവം അയച്ചു എന്ന് വേണം പറയാനുണ്ട്. ഇപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കെന്ത് പ്ലാൻ? ദൈവപിതാവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓരോ അഭിഷിക്തരെയും നിയോഗിച്ചു എന്ന് വേണം പറയാനായിട്ട്. അത് കഴിഞ്ഞ് മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ഞാൻ ജീസസിൽ ഫുൾ ടൈമറായിരുന്നപ്പോൾ എന്നെ ഒരു വൈദികൻ വളരെയധികം എന്നെ സഹായിച്ചു. എൻ്റെ മിഷൻ, ഞാൻ മണിപ്പൂരിൽ കുറച്ച് മിഷന് പോയിട്ടുണ്ടായിരുന്നു, അതിനെ അയക്കുവാനായിട്ട് എനിക്ക് പ്രചോദനം തന്നത് ആ അച്ഛനാണ്. അതുപോലെ തന്നെ എൻ്റെ ഇടവക വികാരി അച്ഛൻ. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് പോകുമ്പോൾ
എനിക്ക് അനുവാദം തന്നു വിട്ടത്, എന്നെ അന്ന് ഇങ്ങനെ ഒരു മിഷന് പോകാനായിട്ട് എന്നെ അനുവദിച്ചത് തന്നെ ഈ വികാരിയച്ഛനാണ്. അത്രയും റോളായിരുന്നു വികാരിച്ചിന് വീട്ടിൽ. നമുക്ക് അത്രയും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത, നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഓരോ ആൾക്കാരൊന്നും നമ്മളുടെ ആവശ്യങ്ങൾ അവരുടെ സ്വന്തം കുടുംബത്തിലെ ഒരു ആവശ്യം പോലെ നോക്കിക്കണ്ട്, അവരുടെ സ്വന്തം ഒരു സഹോദരനെ പോലെ നോക്കിക്കണ്ട്, നമ്മൾ അങ്ങോട്ട് പോയി ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അവരുടെ ഒരു നിയോഗമാണോ അതോ ദൈവപിതാവ് കരുണ തോന്നി നമ്മളെ സഹായിക്കാൻ വേണ്ടി, നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അയച്ച ദൈവദൂതനാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കല്യാണത്തിന് സമയത്തിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം ആശീർവദിക്കാനായിട്ട് ഒരു രാജുവച്ചൻ, ഞങ്ങളുടെ കല്യാണ ഒരുക്കത്തിൻ്റെ സമയത്ത് പുള്ളി ഞങ്ങളെ വളരെ നന്നായിട്ട് ഒരുക്കി ഞങ്ങളുടെ വിവാഹം ആശീർവദിച്ചു. അച്ഛൻ അതിനുശേഷം നമ്മൾ ഇതിനെ കണ്ടിട്ടില്ല. അത് ആ ഒരു പ്രത്യേക സമയത്തേക്ക് ദൈവം ആ വൈദികനെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആ വൈദികനെ ഞങ്ങൾക്ക് നിയോഗിച്ചു എന്ന് പറയാം. അതുപോലെ തന്നെ ഇടവകയിലെ പിന്നെ ഓരോ സമയത്ത് മാറി മാറി വന്നു കഴിഞ്ഞാൽ ഇടവക വികാരിമാർ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ചെലുത്തിയിരിക്കുന്ന സ്വാധീനം പിന്നെ വളരെ വലുതാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ആത്മീയമായി അല്ലെങ്കിൽ ഈ ലോകത്തിൽ നശിച്ചു പോകാതെ ഞങ്ങളെ താങ്ങി നിർത്തിയത് അവരാണ്. എന്നിന് പറയും ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനം ഞങ്ങളുടെ 4ാമത്തെ കൊച്ചിനെ മാമോദിസ നടത്തുവാനായിട്ട് ദൈവം കർദിനാൾ തിരുമേനിയെ തന്നെ നമുക്ക് തന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വളരെ വലിയൊരു അനുഗ്രഹം ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ ഈ അഭിഷിക്തിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് കൃപകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ ഇന്നിപ്പം അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛൻ്റെ അടുത്ത് പോയി, അച്ഛൻ ഞങ്ങളിങ്ങനെ ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പോൾ വൈദികർക്ക് ഇങ്ങനെ വളരെ വലിയൊരു പ്രാധാന്യം ഞങ്ങളുടെ കുടുംബത്തിൽ. ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഇത് ചേട്ടാ അവസാനം പറഞ്ഞ വാക്കിലേക്കാണ്. നമുക്ക് നല്ലൊരു ശീലം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് പോകാൻ ഇറങ്ങിയാൽ അതിന് മുമ്പ് അച്ഛൻ ചെന്ന് കണ്ട് ഒരു അനുഗ്രഹം മേടിക്കുക. ഇത് നല്ല ഈ തലമുറ മറന്നു പോകുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് പിള്ളേർ പരീക്ഷ എഴുതാൻ പോകുന്നു, ഇൻ്റർവ്യൂവിന് പോകുന്നു, വിവാഹം ഉറപ്പിക്കാൻ പോകുന്നു. അതിന് മുമ്പ് വികാരിച്ചന് വന്നത്. കാരണം വികാരിച്ചൻ ആ ഇടവകയുടെ മൊത്തം അപ്പനാണ്. അത് വലിയൊരു മിസ്സായി പോയിക്കൊണ്ടിരിക്കുന്നൊരു പോയിൻ്റാണ്. നമുക്കിനി നമ്മുടെ ജോർജേട്ടിലേക്ക് വരാം. ജോർജേട്ടാ ഉറപ്പായിട്ടും ഈ നവീകരണമായിട്ടൊക്കെ നടന്നുകൊണ്ടും കുറേ അനുഭവങ്ങൾ വൈദികരുമായിട്ട് ബന്ധപ്പെട്ട് സന്യസ്തരുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി കാണും. തീർച്ചയായിട്ടും. അതെങ്ങനെ ഈ കുടുംബജീവിതത്തിലും മക്കളുടെ കാര്യങ്ങളിലൊക്കെ എങ്ങനെ ഒന്ന് ഇടപെട്ടു എന്നൊന്ന് പറയാമോ? എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവത്തെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാതെ എനിക്കത് എങ്ങനെയാണ് അപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റിയതെന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ നവീകരണ ജീവിതവും അതുതന്നെ വാസ്തവത്തിൽ ആത്മഹത്യയുടെ മുൻപിൽ നിന്ന് തമ്പുരാൻ എന്നെ രക്ഷപ്പെടുത്തിയെടുക്കുകയായിരുന്നു. അതിന് ഉപകരണമായി തീർന്ന ഒരു അച്ഛനുണ്ട്, ഫാദർ അഗസ്റ്റിൻ തുരുത്തിമറ്റ. അച്ഛനെ ഒരുപക്ഷെ എല്ലാവർക്കും പരിചയമായിരിക്കും. ഫാദർ CJ വർക്കിച്ചൻ്റെ കൂടെ. അപ്പോൾ ഈ അച്ഛനെ എൻ്റെ ജീവിതത്തിലെ സ്ഥാനം എൻ്റെ ആത്മീയ പിതാവെന്നാണ് ഞാൻ പറയുക. അതല്ലാതെ അതിൽ കുറഞ്ഞ ഒരു വാക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാത്തത്. അതുപോലെ ഞാൻ എന്തുമാത്രം അദ്ദേഹത്തെ പിതാവായിട്ട് കരുതുന്നു, അതിനേക്കാളേറെ അദ്ദേഹം എന്നെ മകനായി കരുതിയിരുന്നു എന്നുള്ളതാണ് അതിശയകരമായ കാര്യം. കാരണം എൻ്റെ പ്രതീക്ഷകളെ എത്രയോ അതിലംഘിക്കുന്നതായിരുന്നു അച്ഛൻ അവസാനം പ്രായമായിട്ട് പ്രീസ്റ്റ് ഹോമിൽ രോഗിയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നൊരു അവസരത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നു. അച്ഛന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലൊന്ന് വരണമെന്ന്. പക്ഷേ ഈ അവസ്ഥയിൽ അച്ഛനെ വീട്ടിൽ കൊണ്ടുപോകാമെന്നോ അങ്ങനെ അച്ഛനൊരു ആഗ്രഹം ഉണ്ടാകുമെന്നോ സ്വപ്നത്തിൽ പോലും എനിക്ക് വിചാരമില്ല. അതുകൊണ്ട് അച്ഛനോട് അങ്ങനൊരു കാര്യം പ്രപ്പോസ് ചെയ്യാൻ പോലും പറ്റാതിരുന്ന അവസ്ഥയിൽ അച്ഛൻ തന്നെ മുൻകൈ എടുത്ത് എൻ്റെ വീട്ടിൽ വരികയാണെന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് ഒരു ദിവസം അവിടെ താമസിച്ചു എന്ന് മാത്രമല്ല, ആ വീടും അതിന് പരിസരമൊക്കെ ഇറങ്ങി നടന്ന് കിണറിൻ്റെയൊക്കെ കിണറ്റിലെ വെള്ളമൊക്കെ വറ്റുമോ, എങ്ങനെയാണ് അപ്പൻ ചോദിക്കുന്ന പോലെ തന്നെ അങ്ങനെ എല്ലാ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ഓർത്തിരിക്കുന്ന കാര്യം. അച്ഛൻ വന്ന് ചോദിച്ചു, വെള്ളമൊക്കെ വറ്റുമോ, ഇത്രയും വെള്ളമേ കാണുന്നുള്ളല്ലോ. ഞാൻ വെച്ചാൽ അതങ്ങനെ എന്നാ വെച്ചാൽ ആളുകളെല്ലാം വന്ന് കോരുന്നതുകൊണ്ട് അക്കാലത്ത് ഞങ്ങളുടെ കിണറ്റിൽ നിന്ന് ഒരു 100ഓളം കുടുംബങ്ങൾ വെള്ളം വന്ന് കോരുമായിരുന്നു. അപ്പോൾ എല്ലാവരും കോരി കഴിയുമ്പോൾ വെള്ളം തീരെ താഴ്ന്നിരിക്കും. കുഴപ്പമില്ല അച്ഛൻ, രാവിലെ ശരിയായി വരും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അച്ഛൻ നീ അതല്ല എല്ലാവരെയും കോരാൻ അനുവദിച്ചല്ലോ, അത് നന്നായി. നീ ജീവിതത്തിൽ വെള്ളം മാത്രം ആർക്കും തടയരുത് കേട്ടോ, ദൈവം നിനക്ക് തരും. പിറ്റേവസ്ഥ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നിൽക്കുന്ന ലെവലിനേക്കാൾ ഒരഞ്ഞാണം, അതായത് ഒരു 3 അടിയോളം ഉയരത്തിൽ വെള്ളം കൂടിയെന്നുള്ളതാണ്. അത് എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. കാരണം അച്ഛൻ്റെ കൂടെ നടന്നിട്ടുള്ള എനിക്ക്. പക്ഷേ പിള്ളേരെ സംബന്ധിച്ചോളം അതൊരു ഇതായി. ഇന്നും അച്ഛൻ മരിച്ചു, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ അവസാനം അച്ഛനെ ഞങ്ങൾ അനുസ്മരിക്കും. ഞാനല്ല, എൻ്റെ മക്കൾ. കാരണം അവർക്ക് ആ ഒരു ബന്ധം അച്ഛനുമായിട്ട് ഉണ്ടായി. ഈ ഇടപെട്ടു ഇത് അച്ഛൻ്റെ കാര്യം മാത്രം ഞാൻ പറയല്ല, കുറേ സന്യസ്തരുമായിട്ടും
എസ്പെഷ്യലി കന്യാസ്ത്രീയന്മാരും ഒക്കെ ആയിട്ട് ഇതുപോലുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് വളരാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ സവിശേഷത ഞങ്ങൾ വീട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും അത് വേദനിപ്പിക്കുന്നതാകട്ടെ സന്തോഷത്തിൻ്റെ ആകട്ടെ ഇവരെ വിളിച്ച് അറിയിച്ചിരിക്കും. ഫോണിൽ കൂടെ ഇവരെയൊക്കെ കുടുംബാംഗങ്ങളെ നിലയിൽ തന്നെ അറിയിക്കും. കാരണം വീട്ടിലെല്ലാവരും എൻ്റെ പെങ്ങന്മാരെ അങ്ങനെ അനിയൻ ചേട്ടൻ അങ്ങനെയുള്ളവരെയൊക്കെ അറിയിക്കുന്നത് പോലെയോ അത് ഒരുപക്ഷെ അതിന് മുമ്പെയോ ഇവരെ വിളിച്ചറിയിക്കും. ഇവരെയൊക്കെ കിട്ടാൻ വലിയ പാടായിരിക്കും. കാരണം ഓരോരുത്തരും ഓരോ ധ്യാന പരിപാടികളൊക്കെ ആണ്. എന്നാലും ഞങ്ങളൊന്ന് മസ്റ്റായിട്ട് ചെയ്യും. അതിൻ്റെ പോസിറ്റീവ് സൈഡ് നമുക്കെന്ത് ഗുണമുണ്ടായി അതാണല്ലോ എല്ലാവർക്കും അറിയാം. ഗുണത്തിൻ്റെ കാര്യം ഞാൻ പറയാം. ഇന്നും വീട്ടിലൊരു പ്രതിസന്ധി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, അയ്യോ അതങ്ങനെ വരുന്നല്ലോ, അപ്പോൾ എന്നാ ചെയ്യും എന്നിങ്ങനെ ഞാനും ഭാര്യയും പിള്ളേരും കൂടി ഇരുന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും പിള്ളേരുടെ കയ്യിൽ നിന്ന് വരുന്ന നമുക്ക് ആ സിസ്റ്ററിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലോ. കാരണം അവർക്ക് ഒരുപക്ഷെ ഞാൻ അടുത്തതുപോലെ അവരുമായിട്ട് എൻ്റെ പിള്ളേർക്ക് അടുപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് അവർ വന്നിട്ടും പോയിട്ടൊന്നുമില്ല. പക്ഷേ അവർക്ക് അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ആളുകൾ തമ്പുരാനോട് പ്രാർത്ഥിക്കുക, ഇവരുടെ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഞാൻ ഓർക്കുക, ഞാൻ പെട്ടെന്ന് ചില പാഠങ്ങൾ പോലും പഠിച്ചതിൻ്റെ പിള്ളേർ ഇങ്ങനെയായിരിക്കും വിശുദ്ധരുടെ മധ്യസ്ഥമൊക്കെ സഭയിലുണ്ടായത്. ഇവോൾവ് കാരണം ആദ്യകാലത്ത് ഇങ്ങനെ വന്ന് കാണും ഈ ബന്ധം. ഇച്ചിരി കഴിഞ്ഞ് ഇവരൊക്കെ ഒരു അച്ഛൻ മരിച്ചുപോയാലും മരിച്ചു പോയില്ല, നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്, ഇതൊരു ബോധ്യം. അപ്പോൾ വിളിച്ചു പറയുന്നതിന് പകരം നേരെ പറയാൻ തുടങ്ങി. വെച്ചാൽ ഞങ്ങളുടെ കാര്യം കിണറ്റിലെ വെള്ളം ഇല്ലേ, ഞങ്ങൾക്കത് പറയാതിരിക്കാൻ പറ്റില്ല, കിണറ്റിലെ വെള്ളം എന്ന് പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ ഈ വിശുദ്ധരെ ഇതിനകത്തേക്കൊക്കെ സഭയിൽ ഇങ്ങനെ വരികയും അത് നിലനിന്ന് പോകുന്നത്. അപ്പോൾ എനിക്കൊന്ന് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം ചെയ്യാറുണ്ട്, അതുകൂടെ പറയാതിരിക്കാൻ പറ്റില്ല. വൈദികരായിക്കോട്ടെ സന്യസ്തരായ ഒരു മനുഷ്യരാണ്, മാനുഷികമായ അതായത് തെറ്റുപറ്റാൻ സാധ്യതകളുണ്ട്. ഇത് എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ അവരെ മുൻകൂർ കൊടുത്തിരിക്കുകയല്ല, ചിലപ്പോൾ അവർക്ക് തന്നെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം എന്തെങ്കിലും ഒന്ന് ഉണ്ടായി കഴിയുമ്പം അവരെ സംബന്ധിച്ചുള്ള അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഉള്ളിൽ ഒരു ബ്ലെയിംലെസ് ഒരു നമ്മുടെ ദൈവത്തിൽ ആരോപിക്കുന്നതെല്ലാമാണ് നമ്മൾ ഈ സന്യസ്തരിലും വൈദികരിലും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അത് അവരെ ചിലപ്പം വലിയ വിശ്വാസ തകർച്ചയിലേക്ക് വരും. എൻ്റെ ജീവിതത്തിലെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അത്തരത്തിലുള്ള ഇഷ്യൂകളെ അഭിമുഖീകരിക്കാനും അതിനെ അതിജീവിക്കാനും ദൈവം എന്നെ പഠിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ സിമ്പതറ്റിക്കായിട്ട് മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഈ തലമുറയ്ക്ക് ഒത്തിരി വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കും. മാനുഷികമാണ്, ശരിയാണ്, ഉള്ളതായിരിക്കും ചേട്ടാ. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും തുടർച്ചയായിട്ട് ബന്ധങ്ങളുണ്ടെങ്കിൽ, വൈദികര സന്യസ്തരായിട്ടൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും ഹ്യൂമൻ ബീയിങ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുമായിരുന്നു. ചേട്ടൻ പറയുമായിരുന്നു, ചേട്ടൻ്റെ ഇടവപ്പള്ളി വികാരിച്ചൻ ചേട്ടനെ എങ്ങനെ പള്ളി വരാൻ സഹായിച്ചു. സാധാരണ അച്ഛന്മാരൊക്കെ പള്ളിയിൽ നിന്ന് പ്രസംഗം പറയാറുണ്ട്, എല്ലാ ഞായറാഴ്ച ഇടവസങ്ങളെ കുർബാനക്കൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമല്ലോ, ഉപദേശിക്കുമല്ലോ. ഈ വികാരിച്ചെന്നറിയാം, വികാരിച്ച എല്ലാ ദിവസവും രാവിലെ ഫോൺ ചെയ്യും. രാവിലെ 5:30 ഫോൺ ചെയ്യടാ എഴുന്നേക്ക് പോവാ പള്ളി വരാൻ. അപ്പോൾ ചേട്ടൻ വിചാരിച്ചത് എന്നോടുള്ള പ്രത്യേക സ്നേഹവും കരുതലും കൊണ്ട് വികാരിച്ച് വിളിക്കുന്നതാണ്. പിന്നീട് മനസ്സിലായത് അവിടുത്തെ ഒത്തിരി പേരെ വികാരിച്ചാണ് വേക്കപ്പ് കോൾ കൊടുക്കുന്നത്. രാവിലെ മോർണിംഗ് കോൾ കൊടുത്ത് വിളിച്ച് എഴുന്നേൽപ്പിക്കണം പള്ളി വരാൻ വേണ്ടിയിട്ട്. എത്ര രസമായിട്ടാണ് ഈ സമയം രാവിലെ ചെലവഴിച്ച ചില അച്ഛന്മാരൊക്കെ, നമ്മുടെ വികാരിച്ചന്മാരൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ചേച്ചി കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ഒരു മേഖലയാണ് കുഞ്ഞുങ്ങളുടെ പഠന മേഖല. അപ്പോൾ ഞങ്ങളുടെ 4ാമത്തെ കുഞ്ഞുമാവേനെ ഇതുപോലെ എഴുതിപ്പിക്കുന്ന സമയമായപ്പോഴത്തേക്കും കുഞ്ഞിനെ അച്ഛനാണ് എഴുതിപ്പിച്ചത്. അച്ഛനെ എഴുതിപ്പിച്ച് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു സംഭവമാണ്, ഇവൻ പഠിക്കാൻ ABCD ആണെങ്കിലും എഴുതാനാണെങ്കിലും പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ഇവനോട് പറയും, നിന്നെ എഴുതിപ്പിച്ച അച്ഛന് വേണ്ടിയിട്ടും നിൻ്റെ മരിച്ചുപോയ തലതൊട്ടപ്പന് വേണ്ടിയിട്ടും ഒരു നന്മ നിറഞ്ഞ മറിയമേ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ കൈകോപ്പി കണ്ണടച്ച് ഒട്ടക്കണ്ണൊക്കെ ഇട്ട് നോക്കി ഇങ്ങനെ പറയും, നന്മ നിറഞ്ഞ മറിയമേ പറയും. പക്ഷേ അതിൽ കൂടെ അവനിലോട്ട് ഒഴുകിയ കൃപയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓസമായിരുന്നു. കാര്യം ആദ്യമായിട്ട് അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ കാണുന്ന എല്ലാ വിഷയങ്ങൾക്കും 10-ൽ 10. ഞാനിത് ഇവന് എഴുതിപ്പിച്ച അച്ഛന് ഞാനിത് വാട്സാപ്പിൽ ഇത് അയച്ചു കൊടുത്തു. മഹാഭാഗ്യവാനായ അച്ഛനെ ഞാനാണ് കേട്ടോ, വിചാരിക്കണ്ട. എനിക്ക് ചേച്ചിയുടെ ഇളയമാൻ്റെ ഒരു പീറ്ററാണ്. പീറ്റർ ഇങ്ങനെ ചെയ്തൊരു പരിപാടി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചേച്ചി അവനെ കൊണ്ട് വോയിസ് ക്ലിപ്പ് അയപ്പിക്കും വാട്സപ്പിൽ. ജർണച്ച വിശുദ്ധനാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് ഓർമ്മപ്പെടുത്തൽ കൂടിയത്. എന്നിട്ട് ജർണച്ചിനെ ഇപ്പോൾ ഈശോയ്ക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ നമ്മളവനെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് കുത്തുക, മര്യാദയ്ക്ക് വിശുദ്ധനായിക്കോളാം കേട്ടോ. ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഒന്ന് കുത്തിയിട്ട് പോകുന്ന പരിപാടിയാണ്. എൻ്റെ കൂട്ടുകാരൻ പുള്ളിയുടെ മകനെ പറ്റി പങ്കുവച്ചാണ്. അപ്പോൾ മകൻ അവൻ്റെ ഒരു പഠിത്തമൊക്കെ കഴിയുന്ന സമയത്ത് നല്ല സ്ട്രഗിളിലൂടെ കടന്നു പോകുക, നല്ല സ്ട്രഗിളുണ്ട് അവന് പേരൻസിനൊക്കെ അവനെ ഗൈഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. ഒരു ശിവം പറയുകയാണ്, ഇവൻ്റെ പഴയൊരു കൂട്ടുകാരൻ അച്ഛനുണ്ട്, അവനെ നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നത്, എനിക്ക് അച്ഛനൊന്ന് കാണാൻ പോകണമെന്ന്. അച്ഛനെ കാണാൻ പോയി. അച്ഛനപ്പോൾ ഒരു സെമിനാരിയിൽ റെക്ടർസിനായിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഇവൻ വരുന്ന അറിഞ്ഞിട്ട് റെക്ടച്ചൻ എന്ന സെമിനാറിൽ അവധി കൊടുത്തു പിള്ളേർക്ക്. എന്നിട്ട് ഇവനെ സ്വീകരിക്കുകയാണ്. ഇവനെ ആഘോഷമായിട്ട് രാവിലെ മുതൽ സ്വീകരിച്ച് ഇവന് വേണ്ടി പ്രോഗ്രാമുകളൊക്കെ നടത്തി ഇവനെ ഭയങ്കര ഒരു രാജാവിനെ സ്വീകരിക്കുന്ന പോലെയാണ് അവരുടെ സെമിനാറിൽ സ്വീകരിച്ചത്. ഭയങ്കര ഹീറോ ആയിട്ട് ഇവനെ അവതരിപ്പിച്ചു. അവൻ പറയാം തിരിച്ചു വന്നതോടെ എല്ലാം ഓക്കെ, പറയാൻ പോയ പ്രശ്നവും കഴിഞ്ഞു, അവൻ്റെ ജീവിതത്തിലെ സ്ട്രഗിളും മാറി, വൻ ചേഞ്ചും വൻ ഉയർച്ചയായിട്ട് അവൻ തിരിച്ചു വരുന്നത്. ഇങ്ങനെ നല്ല വിശുദ്ധമായ സൗഹൃദങ്ങളുണ്ട് എന്ന് ജോർജേട്ടനിലേക്ക് വരാം. ജോർജേട്ടൻ ഇങ്ങനെ ഈ വൈദികര സന്യസിയുടെ സൗഹൃദം ഭയങ്കരമായിരുന്നല്ലോ. അതെ അതെ. അപ്പോൾ അത് ഇങ്ങനെ ഒരു വലിയൊരു സ്വഭാവ രൂപീകരണത്തിലോ അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ കാര്യമായ ഇമ്പാക്റ്റ് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ മക്കളുടെ കാര്യത്തിലൊക്കെ? തീർച്ചയായിട്ടും. കാരണം ഈ വൈദികരെ അവരറിയുന്നത് നേരിട്ടായിരിക്കില്ല, പലപ്പോഴും നമ്മളിലൂടെ ആയിരിക്കും. നേരിട്ട് അറിയാലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മളായിരിക്കും ഒരു തുടക്കം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇന്ന അച്ഛൻ അല്ലെങ്കിൽ ഇന്ന സിസ്റ്റർ മൂലമാണ് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബന്ധത്തിലെ ആ സംഭവം വർണ്ണിച്ചു കൊടുത്തു കഴിയുമ്പോൾ സമാനമായതോ അല്ലെങ്കിൽ അവർ സമാനമെന്ന് അവർക്ക് തോന്നുന്നതോ ആയ സാഹചര്യങ്ങൾ അവർ പെട്ടെന്ന് ഓർക്കും. ഇനി അത് ആ വൈദികനെയോ ആ കന്യാസ്ത്രീയോ മാത്രമല്ല ബാധിക്കുക. അവരിപ്പം ഡായിക്ക് അന്ന് അവിടെ ആ അച്ഛനുണ്ടായിരുന്നു, എനിക്ക് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇത് വേറൊരു ലൈനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും ഞാൻ പറയാം, ഇതിപ്പം നമ്മളീ പറഞ്ഞ പോലുള്ള സംഭവങ്ങൾ മാത്രമല്ല, ഈവൻ കുമ്പസാരം എന്നെ സംബന്ധിച്ചും പലപ്പോഴും ഈ വൈദികരുമായിട്ടുള്ളതെന്നല്ല പറയേണ്ടത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളതോ അല്ലെ അടിസ്ഥാന തത്വങ്ങൾ എനിക്ക് തന്നിട്ടുള്ളതോ ചില കുമ്പസാരക്കൂടുകളിലിരുന്ന ചില വൈദികരാണ്. ഇപ്പം ഞാൻ ഒത്തിരി പഴയ കാര്യം, എൻ്റെ ആദ്യ കുമ്പസാരം കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ആദ്യ വെള്ളിയാഴ്ചയിലെ കുമ്പസാരം മുതൽ എൻ്റെ ജീവിതത്തിൽ അനുഭവമാണ്. എൻ്റെ തിയോളജിയൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്നാണ്. കാരണം അവരുടെ ഇടപെടലിനകത്ത് ഞാൻ ദൈവത്തെ കാണുകയായിരുന്നു. ഇപ്പം ഞാൻ പറയാം, ഞാനിപ്പോൾ ഏറ്റവും അവസാനം നടത്തിയ കുമ്പസാരം, ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരുന്നതിന് മുമ്പായിട്ട് ഒരാഴ്ചയോളം ആകുന്നിപ്പോൾ, ഞാൻ ആ കുമ്പസാരത്തിന് അച്ഛൻ്റെ പോയി കഴിഞ്ഞപ്പോൾ പതിവിന് വിപരീതമായിട്ട്, അല്ലെങ്കിൽ സാധാരണ എനിക്ക് കേട്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അച്ഛൻ എനിക്ക് തന്ന പ്രായശ്ചിത്തം ഇതായിരുന്നു: 3 സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലി. അപ്പം തീരെ താത്തിക്കളഞ്ഞ പോലെ തോന്നി എനിക്ക്. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത് മുഴുവനും പുള്ളി കേട്ടിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന തോന്നലുകൾ അങ്ങനെയൊക്കെയായിരുന്നു. 3 സ്വർഗസ്നായ, ഞാൻ ഒന്നുകൂടെ ചെവി ഓർത്തു, 3 സ്വർഗസ്നായതയും 3 നന്മറിഞ്ഞൂറിയും 3 ത്രിത്വസ്തുതിയും, അതില്ല, 3 സ്വർഗസ്നായ മാത്രം. എന്നിട്ട് കാഴ്ച വെക്കേണ്ടതാണ് വേറൊരു അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുവരെ മാതാവിൻ്റെ തിരുഹൃദയത്തിൽ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് ഈശോയുടെ തിരുഹൃദയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആ രീതിയിൽ ഇതൊക്കെ പറഞ്ഞേ, ഇത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് കാഴ്ചവെക്കും. അതൊരു പുതിയ കാര്യം തന്നെയാണല്ലേ? അതൊരു സംഭവമേ. പക്ഷെ ആദ്യം എന്നെ സ്പർശിച്ചത് 3 എണ്ണേ ഉള്ളൂ. ഇതെന്നാ പറ്റി 3 എണ്ണം? ഈ 3 ഉള്ളൂ. 3 ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. അങ്ങനെയൊക്കെ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ പോയി. ഇതൊക്കെ കഴിഞ്ഞാൽ ഞാൻ വാസ്തവത്തിൽ ജപം ചെല്ലുന്നത്. കാരണം ഞാൻ എന്നോട് തന്നെ എഴുന്നേറ്റ് ഇവിടെ വന്നു കഴിയുമ്പം 3 30 എന്ന് സംശയം വന്നേ പ്രശ്നമാവുമല്ലോ എന്നോ. അങ്ങനെ ഞാൻ വന്നിരുന്നേ 3 ഉറപ്പിച്ച് ഏതായാലും സ്വർഗസ്നായ ചൊല്ലിയേക്കാം. ആദ്യമേ ഞങ്ങൾക്ക് തീർത്താൽ ഇടപാട് തീർന്നല്ലോ എന്ന് ചോദിച്ചാൽ സ്വർഗസ്നായ പിതാവേ എന്ന് ചൊല്ലി. സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കണമെന്നാണ് പറഞ്ഞത്, മറന്നുപോകല്ലേ. അല്ലാതെ അവസാനം വിമല ഹൃദയത്തിനോ വല്ലതൊക്കെ വെച്ചാൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഇത് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് എന്നോട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഇത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വം. എൻ്റെ പ്രാർത്ഥന അവിടെ നിന്നു. സത്യം പറഞ്ഞാൽ ഇനി അടുത്ത കുമ്പസാരത്തിന് മുമ്പ് ഞാൻ ഈ 3 സ്വർഗസ്നായ പിതാവേ ചൊല്ലി തീർക്കേണ്ടിയിരിക്കുന്നു. പ്രശ്നം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നത് പിതാവിന് മഹത്വം ഉണ്ടാകത്തക്ക വിധത്തിൽ വേണം. ഞാനൊരപ്പൻ, അപ്പൂപ്പൻ വരെയാണ്. എനിക്ക് അപ്പനെന്ന് പറഞ്ഞാൽ ഏതാണ്ടൊക്കെ ഒരു വിവരമുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ എൻ്റെ ഒരു മകൻ പത്രത്തിൽ വരിക, ഒരു പോലീസ് പിടിച്ചൊരു കള്ളക്കടത്തുകാരനായിട്ട് അല്ലെങ്കിൽ കഞ്ചാവ് കടത്തുന്നവനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലൊരു കുൽസിത പ്രവൃത്തിയുടെ അവന് എന്നെ കാണുമ്പം അപ്പാ എന്ന് വിളിക്കുന്ന ഒരു രംഗം ടി വിയിൽ എല്ലാവരെയും കാണിക്കുമ്പോൾ എൻ്റെ അല്ലേ, അങ്ങനൊരു മകനേക്കോ ഇല്ല എന്ന് പറയാനല്ലേ എനിക്ക് തോന്നിപ്പോവുക അല്ലേ. അത് ഞാൻ പെട്ടെന്ന് ഓർത്ത്, ഞാൻ പിതാവിനെ മഹത്വപ്പെടുത്തത്തക്ക വിധത്തിൽ 3 പ്രാവശ്യം എനിക്ക് മനസ്സിലായി അച്ഛൻ വെച്ചത് വലിയൊരു കാര്യമല്ല. ഇതെൻ്റെ ജീവിതത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന വലിയൊരു പ്രശ്നമായിട്ട് മാറി. ഞാനിപ്പോൾ മാസത്തിൽ ഓരോ ദിവസവും ഞാൻ ഇതിനെക്കുറിച്ച് ഈ 3 സ്വർഗസ്നായ പിതാവെ ചൊല്ലി തീർത്തിട്ട് വേണമല്ലോ അടുത്ത കുമ്പസാരത്തിന് പോവാൻ എന്നുള്ള അവസ്ഥ എനിക്ക്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ദൈവവും ഞാനുമായിട്ടുള്ള ഇതുവരെ എത്രയോ കുമ്പസാരിച്ചു, പക്ഷെ ഇവിടെ ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധം, ഞാൻ ഓരോ വൃത്തികേട് കാണിക്കുമ്പോഴും
ഞാൻ എന്നിട്ട് പിന്നെ വൃത്തികേട് കാണിക്കുന്ന പോട്ടെ, അതും കഴിഞ്ഞ് ഇങ്ങനെ അപ്പാന്ന് വിളിക്കുമ്പോൾ വലിയൊരു ചെയ്ത്ത. നമ്മൾ ഇത്ര നേരം വൈദികരെ പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പം നിർത്തിയോ അല്ലെങ്കിൽ അല്പം കൂടി ഉയർത്തി പറയേണ്ട ഒരാൾക്കാരാണ് നമ്മുടെ സിസ്റ്റേഴ്സ്. ഒരിക്കലും മറന്നു പോകേണ്ട ഒരു വിഭാഗം അല്ലാതെ. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോർമേഷനിൽ വൈദികരെക്കാൾ എനിക്ക് തോന്നുന്നു സിസ്റ്റേഴ്സ് ആയിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു CMC കോൺവെൻ്റ് ആണ് എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്ന് ഞാനിപ്പോൾ വിചാരിച്ചിരുന്നത്. എന്താവശ്യമുള്ള ഓടിപ്പോകാൻ പറ്റുന്ന, എപ്പോഴും തുറന്നു കിടക്കുന്ന, നമ്മൾ സ്വീകരിക്കാൻ കുറേ അമ്മമാരും സഹോദരിമാരും. ഞാനൊരു അടുത്തുണ്ടായ നല്ലൊരു അനുഭവം വെച്ചിട്ട് ഞാനൊന്ന് പറയാം. വീട്ടിൽ ഞാനൊരു ദിവസം ചെന്ന് താമസിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചി പറയണം, ഞാൻ നേരത്തെ കിടന്നുറങ്ങുകയാണ്, രാവിലെ എഴുന്നേക്കണമെന്ന്. ഞാൻ ചെന്ന് രാവിലെ എഴുന്നേക്കുന്നത്, കൊച്ചു സ്കൂളിൽ പോകുമ്പോൾ സാധനം 7 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത്. അല്ല, അതെന്നാണെന്നറിയാവോ, അവൾ രാവിലെ പള്ളിയിൽ പോകണം. അവൾ എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാ, അവൾക്ക് രാവിലെ പള്ളിയിൽ പോകണമെന്ന്. ഞാൻ ഇങ്ങനെ ശീലമൊന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. അതല്ല, നമ്മുടെ സിസ്റ്റേഴ്സ് ഒരു പണി പറ്റിച്ച് അവരവളെ കൊയറിലെടുത്തത്. അതുകൊണ്ട് എവിടെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളെ കൊയറിലെടുത്ത്. അതുകൊണ്ട് ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ 7 മണിക്ക് പോലും എഴുന്നേക്കാൻ പറ്റായിരുന്ന ആൾ ഇപ്പോൾ 5:30 5:45 എഴുന്നേക്കും. എന്നെ അമ്മച്ചിനെ കുത്തിപ്പോക്കി ഇവള് പള്ളിയിൽ കിട്ടും. കാരണം ഇവർക്ക് മൈക്ക് കിട്ടും. ഇവർക്ക് മൈക്ക് കിട്ടി പള്ളിയുടെ ഫ്രണ്ട് എല്ലാവരുടെ മുമ്പ് തിരിഞ്ഞൊക്കെ നോക്കി ഇടയ്ക്ക് മൈക്ക് വെച്ച് ആമേൻ പറയാനൊക്കെ കൊടുക്കത്തുള്ളൂ. അന്നാപ്പസക്ക് മറുപടി പറയാനൊന്നും കൊടുക്കത്തില്ല ഇപ്പോഴും. അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും സിസ്റ്റേഴ്സ് കൊടുക്കുന്നത്. എന്തായാലും ഇവള് കൊയറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ കൊച്ചു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു വീടിൻ്റെ വാതിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്മച്ചി വരാൻ താമസിച്ചെങ്കിൽ പതുക്കെ പുറത്തോട്ടിറങ്ങും. നമ്മുടെ ഗ്രാമമാണ്. അപ്പോൾ പള്ളിയിൽ പോകാൻ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടായിരിക്കും. അവൾ പറയും, അതെ ഞാനും കൂടി പള്ളിയിലെ കൂടെ എന്നോട് കൊണ്ടുവെക്കണം പറഞ്ഞിട്ട് അവർ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ കൈ പിടിച്ച് കൊച്ചു പള്ളിയിൽ പോവുക. കാരണം എന്നാ, സിസ്റ്റേഴ്സ് ഒപ്പിച്ച പണിയാ. പിള്ളേർ പള്ളി കൂടുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം പള്ളിയിൽ പോകാൻ കൊതിയുണ്ടാവുന്നത്. ഇതുപോലാണ് നമ്മുടെ അമ്മമാർ സിസ്റ്റേഴ്സിനുള്ള ബന്ധം മൂലം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഭയങ്കര ഒരു വലിയ വിശാലമായ ലോകം. നിങ്ങൾക്ക് അങ്ങനെ സിസ്റ്റേഴ്സോട് ബന്ധപ്പെട്ട നല്ല അനുഭവങ്ങൾ പങ്ക് ഉറപ്പായിട്ട് കാണുമല്ലോ. തീർച്ചയായിട്ടും. കുഞ്ഞുനാളിന് മുതൽ സിസ്റ്റേഴ്സ് തന്നെ മിഷന് കൊണ്ടുപോകാൻ നമ്മുടെ സൺഡേ സ്കൂൾ കഴിയുമ്പോഴത്തേക്ക് മിഷൻ ഇടവകയാണ്. നമ്മള് സാധനങ്ങൾ ചോദിച്ചു മേടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി വയറുന്തിയ കുട്ടികൾ പാവപ്പെട്ട വീടുകളിൽ ഒക്കെ ഇവര് ഭക്ഷണം കഴിക്കാതെ വെറും ഒരു ചായയും കുടിച്ചിട്ടായിരിക്കും ഉച്ചയ്ക്ക് 12:30 1 മണി 2 മണി വരെയൊക്കെ ഈ വീടാൻ തോറും കയറി ഇറങ്ങി പോകുന്നു. പക്ഷെ അതെനിക്ക് വലിയൊരു മിഷനിലേക്ക് ഒരു വലിയൊരു തുറവയായിരുന്നു. കൊച്ചു ത്രേസ്യ പുണ്യാന്തി എങ്ങോ ദൂരെ ഇരിക്കുന്ന ഒരു മിഷണറി സഹോദരന് വേണ്ടിയിട്ട് കാഴ്ചവെച്ച് ഇറങ്ങി നടന്ന സംഭവം. ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് വളർന്നു വന്നത് തീർച്ചയായും കുഞ്ഞുങ്ങളിലേക്കും ഈ സാധനം ഇങ്ങോട്ട് ഷെയർ ചെയ്ത് പോകാൻ തുടങ്ങി. അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു വിഷമം വന്നാൽ അത് അച്ഛന് വേണ്ടിയിട്ട് കാഴ്ചവെക്കുക, അങ്ങനെ ഒരു പ്രാർത്ഥനാ ശൈലി വീട്ടിൽ രൂപപ്പെട്ട് വരാൻ സാധ്യത. അതുപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉണ്ടായ വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ ഒരു ദിവസം ഇരുന്ന് ഞങ്ങളുടെ ഒരു കൗൺസിലിംഗ് പോലെ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാലഘട്ടം ഞാൻ വളരെയധികം വേദനയിൽ കൂടി പോയ കാലഘട്ടമായിരുന്നു. ഓഫീസിലിരുന്ന് ആരും അറിയാതെ പൊട്ടിക്കരഞ്ഞ് രാത്രികാലങ്ങളിൽ തലങ്ങണിയിൽ മുഖം വെച്ച് കരഞ്ഞ ദിവസങ്ങളാണ്. ഓഫീസിലെ പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും ഒത്തിരി വേദനകളിൽ കൂടെ പോയ സമയം. അത് കഴിഞ്ഞ് ഏകദേശം 1.5 വർഷം കഴിയുമ്പോൾ ഞാൻ ഈ സിസ്റ്ററിനെ കാണുമ്പോൾ സിസ്റ്റർ എന്നെ തോടി വന്നിട്ട്, മോളെ ചേച്ചി എനിക്കിതിൻ്റെ പേരറിയത്തില്ല, പക്ഷേ എവിടെയാണ് ചുരുണ്ട മുടിയാണെന്നറിയാം, പേര് പോലും അറിയത്തില്ല. പക്ഷേ പല രാത്രികളിൽ സിസ്റ്റർ എന്നെ സ്വപ്നം കണ്ടിട്ട്, ഞാൻ കരയുന്നത് സ്വപ്നം കണ്ടിട്ട് സിസ്റ്റർ ചാടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനിത് കേട്ട് ഞാൻ ഷോക്ക് അടിച്ചതുപോലെ ആയിപ്പോയി. കാര്യം മഠത്തിൻ്റെ ഉള്ളിൽ അവരിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറില്ല. ഞാനിപ്പോൾ ഓർക്കുന്നു, ഞങ്ങൾ സെമിനാരിൽ നിന്ന് ന്യൂഷിറ്റിൽ നിന്ന് നടക്കാനായിട്ട് പോയപ്പോൾ കുറച്ച് പ്രായമുള്ള സിസ്റ്റേഴ്സ് താമസിക്കുന്ന ഒരു കോൺവെൻ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി തിരിച്ചിറങ്ങാൻ നേരത്തെ അവിടെ മദർ പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. മക്കളെ, ഞങ്ങളൊരു 6-7 ചെമ്മച്ചന്മാരുണ്ട്, ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. മക്കളെ, നിങ്ങൾക്ക് എപ്പോൾ ഒരു പ്രാർത്ഥനാ സഹായമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒന്ന് ഓർത്താൽ മതി, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കുന്നു. ഞാൻ അമ്മേനെ ഞാൻ അച്ഛനായ ശേഷം കണ്ടിരുന്നു ഒരു പ്രാവശ്യം. എനിക്ക് നല്ല പ്രായമൊക്കെ. ഞാൻ അമ്മയോട്, അമ്മ പണ്ട് തന്ന വാക്ക് ഓർക്കുന്നുണ്ടോ? അപ്പോൾ പറയാം, എൻ്റെ പൊന്നുമോനെ എങ്ങനെ മറക്കാൻ പറ്റൂടാന്ന്, നിങ്ങൾക്കൊക്കെ തന്ന വാക്കല്ലേ ഞങ്ങളെ ഇങ്ങനെ ഇരുത്തിക്കൊണ്ടേ ഇരിക്കുന്നതെന്ന്. ചേച്ചി തുടർന്നോളൂ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇച്ചിരി വികൃതിയായിരുന്നു. അപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ബാക്കിൽ ഒരു മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ കോൺവെൻറ്റ് സ്കൂളാണ്, അച്ചടക്കത്തിലുള്ള കുട്ടികൾ. ഞാൻ ബാക്കിൽ താഴെ നിന്ന് മാവിലോട്ട് കമ്പെറിയുമ്പോൾ മാങ്ങ വീഴും. എപ്പോഴും എന്നെ തൂക്കി എന്നെ കോൺവെൻറ്റിൽ മദറിൻ്റെ അടുത്ത് കൊണ്ടുപോവാണ്. വലിയൊരു പണിഷ്മെൻ്റ് ആണല്ലോ വരാൻ പോകുന്നത്. ഞാൻ ഈശോയെ സർവ്വതും തീർന്നു, ഈ സ്കൂളിലെ പഠനം തന്നെ മിക്കവാറും തീരും. പക്ഷേ ആ കോൺവെൻറ്റിൽ മദറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മദർ ഇറങ്ങി വന്നിട്ട് എന്നെ ഇങ്ങനെ വട്ടം ചുറ്റി പിടിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് മുന്തിരിങ്ങ ഇഷ്ടമാണോ? അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ അടുത്തത് എന്താണോ? അപ്പോൾ മദർ പറഞ്ഞു, മോളെ ഒരു മുന്തിരിത്തോട്ടത്തിലോട്ടുണ്ട്, അവിടെ ഇങ്ങനെ മുന്തിരി നിറയെ ഇങ്ങനെ നിൽപ്പുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള മുന്തിരി നീ പറിച്ചു കഴിച്ചു. സത്യം പറഞ്ഞാൽ അതായിരുന്നു അവരുടെ ഹൃദയത്തിന്റെ ഊഷ്മളത പകർന്നു തന്ന ഒരു സംഭവം. അൽഫോൺസാമ്മയുടെ ജീവിതത്തിൽ സെയിം സാധനം പറയുന്നുണ്ട്. പിള്ളേർ മഠത്തിലോട്ടൊക്കെ ഓടി വന്ന് ചാമ്പങ്ങ പറിക്കാൻ വരുമ്പോഴത്തേക്ക് അവരെ കൊണ്ട് പാവം ചെയ്യിക്കണ്ടെന്ന് വെച്ചിട്ട് പറിച്ചുകൊണ്ട് കാത്തു വയ്ക്കും. എന്നിട്ട് പറയുകയാണ്, ഒരു ചാമ്പം കൊടുക്കും, 3 അന്വർജനം ചെല്ലിട്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ കൊണ്ട് കാഴ്ചവെക്കണം, പാപികളുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കണം. ഇത്ര വലിയ ലെസൺസാണ് ഈ അമ്മമാരൊക്കെ നമുക്കിങ്ങനെ പകർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എൻറിച്ച് ചെയ്ത് വിട്ടുകൊണ്ടിരുന്നത്.
എനിക്ക് അതുപോലെ തന്നെ തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മക്കളെ നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ വൈദികർ വഴിയായിട്ടും സന്യസ്തർ വഴിയായിട്ടും വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ മക്കൾക്ക് ഈ ഒരു കൃപ കിട്ടാതെ പോകരുത്. അപ്പോൾ അവരെ ഈ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നോക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ വൈദികരെ ചില കാരണങ്ങളാൽ, ചില തെറ്റിദ്ധാരണയുടെ കാരണങ്ങളാൽ വൈദികരെ ഒറ്റപ്പെടുത്തിയ ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മുടെ വിശ്വാസ സമൂഹം മുഴുവനും അവർക്കെതിരെ നിന്ന സമയത്ത് പോലും ഞങ്ങൾക്കറിയാവുന്ന ഒരു വൈദികനെ പറ്റി അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ വൈദികന് വേണ്ടിയിട്ട് ആ വൈദികനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പം നമുക്കറിയാം വൈദികൻ ഇപ്പോൾ സുവിശേഷ മേഖലയിൽ വളരെ ഒരു ഇതായിട്ട് തന്നെ നിൽക്കുന്നു. നമുക്ക് ഒരിക്കലും ആ വൈദ്യനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പല ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വരുമ്പോൾ നമ്മൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരംഗത്തിനൊരു കുറവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു അപകടം വന്ന് ആപത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നത്, അതുപോലെ നമ്മൾ അവർക്ക് വേണ്ടി ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ സ്വർഗത്തിലേക്ക് നമ്മൾ ഉയർത്തേണ്ട ഒരു ആവശ്യവും എനിക്കിതിനകത്ത് തോന്നിയിട്ടുണ്ട്. നമുക്കിങ്ങനെ പറയാൻ ഒത്തിരി കാരണങ്ങൾ ഒരു 2 പേർക്ക് 3 പേർക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ സമയപരിമിതിയിൽ നിർത്തിയാണ്. ഞാൻ റീച്ചായിട്ടും പറഞ്ഞു നിർത്തിയ ഭാഗം തന്നെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ വൈദിക സഹോദരങ്ങൾക്കും സന്യസ്തർക്കും ഒത്തിരി പ്രാർത്ഥനയുടെ അത്യാവശ്യമുള്ള കാലഘട്ടം കൂടിയാണിത്. പൗരോഹിത്യവും സന്യാസവും ഒക്കെ ഒത്തിരി ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വിമർശനം ഏൽക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒരിക്കലും ഒരു വിശുദ്ധൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, സഭയെ തകർക്കണമെങ്കിൽ സാത്താൻ ആദ്യം തകർക്കുന്നത് പൗരോഹിത്യത്തെയും സന്യാസത്തെയും ആയിരിക്കുന്നു. കാരണം പുരോഹിതനില്ലെങ്കിൽ ബലിയർപ്പണമില്ല, സന്യസ്തരില്ലെങ്കിൽ അവിടെ സാമൂഹികമായോ അല്ലെങ്കിൽ സഭയുടെ സേവനങ്ങളോ കിട്ടുന്നില്ല, ശുശ്രൂഷകളോ കിട്ടുന്നില്ല. അതുകൊണ്ട് സാത്താൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഇത് തകർക്കാനായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതും ഇതുപോലെയുള്ള കോൺവെൻറ്റുകളോടും പള്ളികളോടും പള്ളിമേറകളോടും ചേർന്ന് തന്നെയാണ്. മക്കൾ അവിടെ വിശുദ്ധിയിൽ വളരട്ടെ. വൈദികരുടെയും സന്യസ്തരുടെയും വിശുദ്ധിയുള്ള സൗഹൃദങ്ങളോട് ചേർത്ത് നിർത്തി അവരെ വളർത്തുമ്പോൾ കുറേ കൂടി ഇവരുടെ ബാല്യവും അവരുടെ കൗമാരവും എല്ലാം ഒത്തിരി വിശുദ്ധിയുള്ളതായി തീരും. തന്നെയാണ് നമ്മുടെ സഭയുടെ വലിയൊരു സമ്പത്തും. നമുക്ക് അതുകൊണ്ട് ഒരു നിമിഷം ചേർന്ന് മക്കളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് നാളിതുവരെ നമുക്ക് എല്ലാ കുദാശകളും പകർന്ന എല്ലാ വൈദികരൊന്ന് ഓർക്കാം. ഒരുപക്ഷെ നമുക്ക് പേര് പോലും അറിയത്തില്ലാത്ത ആദ്യമായിട്ട് നമുക്ക് മാമോദിസ എന്ന വൈദികൻ മുതൽ ആദ്യ കുമ്പസാരം തന്ന, ആദ്യ കുർബാന തന്ന, സ്ഥൈര്യലേപനം തന്ന, അല്ലെങ്കിൽ നമ്മളെ എന്നും തുടർച്ചയായിട്ട് കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നാളിതുവരെ നമ്മുടെ ഇടവകയിൽ ഇരുന്ന് പോയ നമ്മുടെ വൈദികർ, നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മളെ പഠിപ്പിച്ച സിസ്റ്റേഴ്സ്, എല്ലാവരും നന്ദിപൂർവ്വം ഓർക്കാം. എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് അവരെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലൊന്ന് മാപ്പി ചോദിക്കാം. അവർ വേദനിപ്പിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാപ്പി ചോദിക്കാം. ഇടയ്ക്കെങ്കിലുമൊക്കെ കുടുംബത്തിൽ അങ്ങനെ വൈദികരെ സന്യസ്തരെയൊക്കെ ഒന്ന് കുറ്റപ്പെടുത്തുന്ന സ്വഭാവമോ സംസാരമൊക്കെ ഉണ്ടാവുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നമുക്ക് നല്ല തീരുമാനം എടുക്കാം. സാത്താൻ കടന്നു വരാൻ ഞാൻ അനുവദിക്കില്ല. അതുപോലെ തന്നെ ഒരു വൈദികൻ എന്ന നിലയിൽ ഞാനിപ്പോൾ തമ്പുരാനെ നിന്റെ ജനത്തിന് മുമ്പിൽ മാപ്പി ചോദിക്കുകയാണ്. ഏതെങ്കിലും സമയത്ത് വൈദികരോ സന്യസ്തരോ ഒക്കെ മൂലം ഏതെങ്കിലും കുടുംബമോ അത് ഏതെങ്കിലും വ്യക്തിയൊക്കെ നാണക്കേടോ അപമാനമോ ഒത്തിരി തകർച്ചയോ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയെ കൊണ്ടാണ് തമ്പുരാനെ നിന്റെ നാമത്തിൽ ഈ നിമിഷം ഈ ദൈവജനത്തോട് മാപ്പി ചോദിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈ നിമിഷം വൈദികർക്ക് വേണ്ടി കൂടുതൽ ദൈവവിളികൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സന്യസ്തർക്ക് കൂടുതൽ ദൈവവിളി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ സഭ കൂടുതൽ ഒന്നു ചേർന്ന് വളരാൻ, നമ്മുടെ കുടുംബങ്ങൾ സന്യസ്തരെയും വൈദികരെയും കൊണ്ട് നിറയാൻ, അഭിഷേകമുള്ളവരെ കൊണ്ട് നിറയാനായിട്ട് നമുക്ക് പരിചയമുള്ള എല്ലാവരിലേക്കും തമ്പുരാൻ്റെ ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഈ നിമിഷം ഉണ്ടാവാൻ വേണ്ടി കുടുംബം ഒന്നു ചേർന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. മക്കളെയൊക്കെ ചേർത്ത് നിർത്തി തമ്പുരാൻ്റെ തിരുഹൃദയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് സകല വൈദികരെയും സന്യസ്തരെയും ഒരിക്കൽ കൂടി മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മോടും നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കാര്യം ചെയ്യുക. സാധിക്കുമെങ്കിൽ നമ്മുടെ ഇടവകളിൽ നിന്നൊക്കെ മാറിപ്പോയ നമ്മുടെ വികാരിച്ചന്മാരെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഈ രാത്രി മക്കളോടൊപ്പം ഒന്ന് വിളിച്ച് അവരെയൊക്കെ ഒന്ന് സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.